വിഷ്ണു ചേട്ടാ, നമ്മുടെ സിനിമാ മേഖല മൊത്തത്തിൽ അടപടലം വഴക്കിലോട്ട് പോകാൻ തോന്നുന്നു. ഭൂകമ്പങ്ങളാണ് നമ്മൾ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വഴക്ക്, ഇങ്ങോട്ട് വഴക്ക്, അങ്ങോട്ട് ചോദ്യം ചെയ്യുന്നു, ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്നു. എന്താണ് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നത്? സിനിമാ മേഖലയിൽ എന്താണ് ഈ പറയുന്ന, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്താണ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം സിനിമാ മേഖലയിലുള്ള സംഘടനകളുടെ ബാഹുല്യമാണ് അതിനൊരു പരിധി വരെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, എന്നാൽ ഈ സംഘടനകളുടെ നേതാക്കന്മാരായിരിക്കുന്നവരൊക്കെ ഒന്നും എന്തില്ല, ഇന്ന് സിനിമാ മേഖലയിൽ സജീവമായവരല്ല. അതെ. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണേണ്ടതായിട്ട് എന്താണ്, ഇവിടെ ഈ പറയുന്ന രീതിയിൽ സുരേഷ് കുമാർ അദ്ദേഹം ഉൾക്കാലത്ത് ഈ പറയുന്ന പോലെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഈ ഭാരവാഹികൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് മലയാള സിനിമ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, സിനിമയിൽ ലൈവായിട്ട് നിൽക്കുന്ന ആരുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർ കൂടിയിരുന്ന് എന്ത് ചെയ്യുന്നു, പുതുതലമുറ സിനിമ എടുക്കുന്നതിനെ എന്ത് ചെയ്യുന്നു, വിമർശിക്കുന്നു. താരങ്ങൾക്ക് സിനിമ എടുക്കാൻ പാടില്ല, കുറെ കൽപ്പനകൾ കൽപ്പിക്കുന്നു. ഞങ്ങൾ സമരത്തിലേക്ക് പോകുന്നു. ആര് സമരത്തിലേക്ക് പോകുന്നു? അവരന്നിട്ട് കുറെ പറയുന്നു, എന്ത് ചെയ്യുന്നു, സിനിമകൾക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രാധാന്യം ലഭിക്കുന്നില്ല. അവർ തന്നെ ഒരു 27 പടമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ജനുവരിയിൽ ഫെബ്രുവരിയിൽ ഈ 27 പടത്തിൽ ആകെ എന്താണ് 1, 2, 3 സിനിമ മാത്രമേ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടെങ്കിലും ഉള്ളൂ. ഇവിടൊക്കെ എവിടാണ് ഇതൊക്കെ റിലീസ് ചെയ്തതെന്ന് പോലും എന്തില്ല, ആർക്കും അറിയില്ല. കാരണം നമുക്കറിയാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ പ്രേക്ഷകരെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല സിനിമയ്ക്ക് ഇപ്പോഴും എന്തുണ്ട്, പ്രേക്ഷകരുണ്ട്. അതെല്ലാം നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഈ രേഖാചിത്രം മുതൽ ഇങ്ങോട്ട് ഓരോരോ സിനിമ ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്ന പൈങ്കിളി വരെയുള്ള, പൊന്മാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളിലും എന്തുണ്ട്, കാണാൻ ആളുകളുള്ള, ഈ പറയുന്ന കഥയുള്ള സിനിമകൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടന്റ് ഉള്ള സിനിമകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വിജയം തിയേറ്ററിൽ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു, തിയേറ്ററുകൾ അതിനെ സ്വീകരിക്കുന്നു, തിയേറ്ററുകളിൽ എന്ത് ചെയ്യുന്നു, നിറഞ്ഞ സദസ്സോട് കൂടിയാണ് ഈ സിനിമകളൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇവിടെ പറയുന്നത് എന്താണ്, നല്ല സിനിമയും അല്ലെങ്കിൽ ഈ പറയുന്ന മോശ സിനിമയും ഒക്കെ തന്നെ എന്ത് ചെയ്യണം, ഒരുപോലെ മാർക്കറ്റ് ചെയ്യണം, എല്ലാവർക്കും എന്ത് ചെയ്യണം, വരുമാനം തുല്യത ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അവിടെയാണ് ബാധ്യതയാണ്. നല്ല ഡയറക്ടർമാരെ വെച്ച്, നല്ല കഥ വെച്ച്, നല്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കാണും. അല്ല, ഇവിടെ ആരുടെ ബാധ്യതയാണ്? ഇവിടെ പ്രൊഡ്യൂസർമാരുടെ പടം പൊടിയുന്നെങ്കിൽ അത് ഏറ്റെടുത്ത് കൊടുക്കേണ്ട ബാധ്യത ജനങ്ങൾക്കാണോ? അതെ, പൊതുജനങ്ങളാണോ ഇതെല്ലാം സംരക്ഷിക്കേണ്ടത്? ഇവിടെ പൊതുജനങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സിനിമ കാണിക്കത്തില്ല, നിങ്ങൾ സിനിമ കാണിക്കണ്ട. ഇവിടെ നല്ല സിനിമ കാണിക്കാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ജനങ്ങൾ പണം കൊടുത്ത് കാണുന്നു. അതെ. ഇവിടുത്തെ മോശ സിനിമ ഉണ്ടെങ്കിൽ എന്താണ്, ഇവർ പണം തിരികെ കൊടുക്കുവോ? ഇല്ലെങ്കിൽ വെളിനാട്ടിൽ നിന്ന് എന്തോരം സിനിമകളുണ്ട്, ഹോളിവുഡ് സിനിമകൾ എന്തോരം ഓടുന്നുണ്ട്, ഹോളിവുഡ് സിനിമകളുണ്ട്, OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമകളുണ്ട്. അപ്പൊ ഇവിടെ ആരാണ് നല്ല കലാകാരന്മാർ, നല്ല സൃഷ്ടികൾ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, അവൻ കഴിവോടുകൂടി എന്ത് ചെയ്യുന്നു, അതെ, കാണിക്കുന്നത്. അതിന്റെ കുതിക്കറിവ് കാണിച്ചിട്ട് എന്തില്ല, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ 1 മാസം ശമ്പളം കൊണ്ട് അതിനകത്ത് നമുക്ക് 1 മാസം അവസാനമായിരിക്കും ശമ്പളം കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു പൈസ എടുത്തുകൊണ്ട് പോയി നല്ലൊരു സിനിമ ഏതാണ്ട് തിരക്കി പിടിച്ചിട്ട് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. ആ സിനിമ കൊള്ളത്തില്ലെങ്കിൽ നമ്മുടെ പൈസയല്ലേ പോകുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ ആരുടെ ബാധ്യതയാണ് ആ സിനിമ നല്ലതാക്കേണ്ടത്? അത് നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും ബാധ്യത തന്നെയാണ്. പ്രത്യേകിച്ച് നിർമ്മാതാവിന്റെ, അവന്റെ പണമല്ലേ ഇറക്കുന്നത്. അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കഥ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഈ പടം ഓടുമോ എന്നൊക്കെ ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തവർ നമ്മൾ പല സിനിമകളൊക്കെ എടുക്കുമ്പോൾ ആരൊക്കെ എന്തൊരു, ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ മഹാനടനായിട്ടുള്ള മോഹൻലാലിന്റെ എമ്പുരാനല്ല, ഈ പറഞ്ഞ ബർദൂസ് ഈ പടം ഇറക്കി, അതിന്റെ സംവിധാനം അദ്ദേഹം, ഈ പറഞ്ഞ ആ പടമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഓടില്ല എന്ന് എന്ത് ചെയ്യാം? അല്ല, അത് അദ്ദേഹത്തിന് അറിയാലോ. മോഹൻലാൽ പറഞ്ഞില്ലേ, ചെറിയൊരു സിനിമയാണ് ഇത്, വലിയ രീതിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, അത് നമുക്ക് മനസ്സിലാക്കാതെ അങ്ങനെയുള്ള സിനിമയാണ് ഇവിടെ. അല്ല, ഞാനതല്ല രാഹുലെ, നമ്മൾ പറയാമല്ലോ, നമ്മൾ ഒരു അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പൊ മഹാനടന്മാരുടെ ആയാലും അല്ലെങ്കിൽ കേരളത്തിലെ പല സംവിധായകന്മാരുടെയൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മലയാളികൾ തിയേറ്ററിലേക്ക് പോകുന്നത്. ഇന്നും താരാരഥം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ ഫാൻസ് അസോസിയേഷൻ, പക്ഷെ അവർക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, ഫാൻസ് അസോസിയേഷന് പോലും സിനിമ ഇഷ്ടപ്പെടുന്നില്ല, ന്യായീകരിക്കാൻ പോലും ഒരു റോൾ ഇല്ലാത്ത തരത്തിലേക്ക് എന്താണ് സിനിമകൾ പോകുന്നു. അപ്പൊ കാലഘട്ടം എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ഈ പ്രേക്ഷകർ, ഈ കാലഘട്ടം എന്ന് മാത്രം പറയാൻ കഴിയത്തില്ല. കാര്യം എന്താണ്, സിനിമ കാണുന്നത് ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്, അവരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. അല്ല, സിനിമ കാണുന്ന ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മലയാള സിനിമകളെ ഏറ്റെടുക്കുന്നത്, അത് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും മലയാള സിനിമകളെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. കാരണം മലയാള സിനിമ എക്കാലത്തെ മികച്ച രീതിയിലാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. അതിനൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ നല്ല സിനിമകൾ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അത്രയേറെ നല്ല കലാകാരന്മാർ നമ്മുടെ മലയാളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല നല്ല സംവിധായകർ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൃഥ്വിരാജിനെ പോലെ നടന്മാരായിട്ടുള്ള ആളുകൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യം. അപ്പൊ മലയാള സിനിമ അതിന്റെ വേറൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും പഴയ കാലത്തെ സിനിമ പിന്തുടർന്ന് വന്ന സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾക്കൊന്നും അത് ദഹിക്കുന്നില്ല. അവർക്ക്
അവർക്ക് ഈ ഫീൽഡ് ഔട്ട് ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്നില്ല, വേറെ ആരും എന്ത് ചെയ്യണ്ട. അല്ല, ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സിനിമ എടുക്കാൻ അവർക്ക് അറിയത്തില്ല. അത് ആരുടെ കുറ്റമാണ്? അല്ല, അറിയത്തില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന ഇവരെന്തിനാണ് ഈ പറയുന്നത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? അതെ, ഇവർ പറയുന്നത് എന്താണ്? ഇവരങ്ങ് പറയുകയാണ്, തിട്ടൂരം കൊടുക്കുകയാണ്, ഇനി എന്ത് ചെയ്യത്തില്ല, ഞങ്ങളുടെ സിനിമ പ്രദർശിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. അത് ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് എന്താണ് ബാധ്യത? എമ്പുരാനെ കുറിച്ചൊക്കെ അയാൾ ചർച്ച ചെയ്തപ്പോഴാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നത്. എമ്പുരാനെ പറ്റി ചർച്ച ചെയ്യാൻ സുരേഷ് കുമാർ ആരാണ്? അതായത് അത് മലയാള സിനിമ വളരെയേറെ കാലങ്ങളായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മെഗാ ഹിറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് എന്താകുമെന്നുള്ള കാര്യം ലൂസിഫർ നമ്മൾ കണ്ടാണ്. മികച്ച സിനിമ. ആ ഒരു വലിയ, അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജിന്റെ ഒക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പൃഥ്വിരാജ് മോഹൻലാലോ നിൽക്കുന്നു, അടുത്ത ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്നു, മോഹൻലാലും മമ്മൂട്ടിയോടെ ഒന്നിച്ചുകൊണ്ടൊരു സിനിമയിലേക്ക് അടുത്ത വലിയൊരു മെഗാ ഹിറ്റ് സിനിമ വരാൻ പോകുന്നു. അപ്പൊ ഇത്തരത്തിൽ മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ, അല്ലെങ്കിൽ വലിയ 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 ബിഗ് ഷോട്ടുകളായിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നു. അതിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള എന്ത് ചെയ്യുന്നു, ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ വിജയിക്കുന്നു. ഇവിടെ മഞ്ഞുമൺ ബോയ്സ് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമയായിരുന്നു, അത് എത്രമാത്രം കളക്ഷൻ നേടി. ഇപ്പൊ ബേസിൽ ജോസഫ് ആണെങ്കിലും അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിനിമ ഉണ്ട്, വിനീത് ശ്രീനിവാസൻ, അവരൊക്കെ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്, അതും വലിയ വിജയങ്ങളാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സിനിമകളൊക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പൊന്മാൻ വളരെ വിജയത്തിലാണ്, വലിയ നല്ല സിനിമയാണുള്ളത്. അതുപോലെ തന്നെ എന്താണ് അടുത്ത ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ പൈങ്കിളി, ഈ പറയുന്ന സിനിമകളൊക്കെ തന്നെ എന്താണ് വലിയ നല്ല രീതിയിലുള്ള ഒരു, അതായത് ഈ പറയുന്ന ചെറിയ ബഡ്ജറ്റിൽ വന്ന് നല്ല രീതിയിൽ ബഡ്ജറ്റാണ്. അവരൊക്കെ സംവിധായകരൊക്കെ പുതിയ ആളുകളാണ് സംവിധായകരായിട്ടുള്ള വന്നിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ തലമുറയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫാമിലികളെയൊക്കെ തന്നെ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തുവാൻ, അല്ലെങ്കിൽ ഒരു ആകർഷിച്ച് തന്റെ സിനിമ കാണുവാൻ, ഒരു ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുവാനുള്ള കഴിവോടും മികവോടും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉള്ള ആളുകൾ സിനിമ ചെയ്യുന്നത്. അപ്പൊ അല്ലാതെ എന്താണ്, ഞാൻ പണ്ട് ആനപ്പുറത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ തഴമ്പ് ഇപ്പോഴും ഉണ്ട് എന്ന രീതിയിൽ എന്താണ് മലയാള സിനിമ ഞങ്ങൾ പറയുന്ന പോലെ പോകണം, എന്താണ് മലയാള സിനിമയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു എല്ലാവർക്കും ഇക്വാലിറ്റി. മലയാള സിനിമയിൽ കുറച്ച് ആളുകൾക്ക് മാത്രം പണം ഉണ്ടാക്കുന്നു, കുറച്ച് കഴിവുള്ളവൻ കഴിവ് ഉപയോഗപ്പെടുത്തി കഴിവ് വിൽപ്പന നടത്തി അവൻ എന്ത് ചെയ്യുന്ന പണം ഉണ്ടാക്കുന്നത്. ഇത് ദഹിക്കാതിരുന്ന് ന്യായം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഞങ്ങൾക്കും അതേ കൂട്ട് കാശ് കിട്ടണമെന്ന് പറഞ്ഞു ഇവിടുത്തെ എന്താണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ എന്താണ് അടിയന്തരമായിട്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ഈ സംഘടനകളുടെ ബാഹുല്യം. അപ്പൊ ഇവിടെ മലയാള സിനിമയിൽ എന്താണ് സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരത് ഈ ഫീൽഡിലൊന്ന് ഇറങ്ങട്ടെ. അതെ, അവരാണ് ആളുകളെയൊക്കെ ഇതിനകത്തോട്ട് തിരികെ കയറ്റുന്നതാണ് അവരുടെ വിചാരം. പക്ഷെ നല്ല കഴിവുള്ള ആളുകൾ എപ്പോഴും തീർച്ചയായിട്ടും അവര് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. മലയാള സിനിമയിൽ നമ്മൾ കാണണമല്ലോ, നല്ല നല്ല പ്രേക്ഷകരെ സ്വീകരിക്കുന്ന സിനിമകൾക്കും സിനിമാ താരങ്ങൾക്കും ഇപ്പോഴും ഫാൻസ് ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു, അവരെ വളരെ ആരാധനയോട് കൂടിയാണ് കാണുന്നത്. അതിനീ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന റോഡ് ഷോയോ ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, പല സിനിമകളും എന്ത് ചെയ്യുന്നു, തിയേറ്ററിൽ നല്ല അഭിപ്രായം സ്വരൂപിച്ച് എന്ത് ചെയ്യുന്നു, ആ സിനിമ മെഗാ ഹിറ്റുകളായി മാറുന്നു. ആ സംവിധായകന്റെ ഒരു പേര് മതി, ആ സംവിധായകന്റെ ഒരു അടയാളം മാത്രം മതി ആ സിനിമ വിജയിക്കാൻ. തീർച്ചയായിട്ടും അത് സംവിധായകന്റെയും അഭിനേതാവിന്റെ ഒരു കഴിവ് തന്നെയാണ്. പലപ്പോഴും എന്താണ് പല സിനിമകൾ, അതായത് നമുക്കറിയാം മലയാള സിനിമകളൊക്കെ ഓഡിയനൊക്കെ ഇറങ്ങിയ സമയത്ത് വിജയിച്ചത് മോഹൻലാൽ എന്ന താരത്തിന് തീർച്ചയായിട്ടും. അപ്പൊ ഇടക്കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, നല്ല സിനിമകളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കഥാചിത്രങ്ങളില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലിക്ക് വന്നിരിക്കുന്നത് കാണുന്ന സിനിമകളൊക്കെ കുറവാണെന്നുള്ള വലിയൊരു ധാരണ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇന്ന് മലയാള സിനിമ അതിനെയൊക്കെ എന്ത് ചെയ്തു, ഒരുപാട്. അതായത് നമുക്കറിയാം, നമ്മുടെ 2 ലക്ഷം രൂപയ്ക്ക് വേണേ മൊബൈൽ ഫോണിൽ എടുത്ത സിനിമ ഷൂട്ട് ചെയ്ത് ഇറക്കാനുള്ള സാങ്കേതിക വിദഗ്ധന്മാരും വൈദഗ്ധ്യം നേടിയ ഈ പറയുന്ന കലാകാരന്മാരും ഉള്ളൊരു സിനിമ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ ട്രഡീഷണൽ കൺസെപ്റ്റിലല്ല അവരാരും ചെയ്യുന്നത്. അവരൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കലാമൂല്യമുള്ള, അവർ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ പറയുന്ന ഇത് പഠിക്കാൻ പോയി കൃത്യമായ ധാരണയോടുകൂടി വന്നാണ് എന്ത് ചെയ്യുന്നത്, നല്ല നല്ല ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുന്നത്. അത് നമ്മൾ മൊബൈൽ ഫോണിലാണ് പല ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത്. പക്ഷെ അതിനൊക്കെ തന്നെ എന്താണ്, ഇവിടുത്തെ സാറ്റലൈറ്റ് സിനിമകളെക്കാട്ടി എന്താണ് മൂല്യമുള്ള സിനിമകളാണ്, വാല്യൂ ഉള്ള സിനിമകളാണ്. അതിന് കഥാ മൂല്യമുണ്ട്, അല്ലെങ്കിൽ അത് കണ്ട് പ്രേക്ഷകർ എന്ത് ചെയ്യുന്നു, അത് കണ്ടിരിക്കാൻ എന്ത് ചെയ്യുന്നു, ഇന്ന് തയ്യാറാണ്. അതെ, അപ്പൊ ഇന്ന് നമ്മളറിയാലോ, പ്ലാറ്റ്ഫോമുകൾ ഇന്ന് തിയേറ്റർ മാത്രമല്ല, OTT ഉണ്ട്, ഈ പറയുന്ന സാറ്റലൈറ്റ് ഉണ്ട്, അങ്ങനെ പല 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 പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്യുന്നു, അവർക്കത് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരിടത്ത് നല്ല പല മേഖലകളിൽ നിന്ന് വരുമാനം എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ പറയുന്ന സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒന്നും എന്തല്ല ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും അംഗീകരിക്കത്തില്ല. ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം. അതെ, ഞങ്ങൾക്ക് പൈസ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഞങ്ങളുടെ മലയാള സിനിമയിൽ ഇനി നടന്നു പോകുന്ന എന്തില്ല. അതിപ്പോ താരസംഘടന വിചാരിച്ചാലോ, സംവിധായകരുടെ സംവിധാനം വിചാരിച്ചാലോ, അല്ലെങ്കിൽ ടെക്നിക്കൽ സംഘടന വിചാരിച്ചാലോ ഒന്നും തന്നെ പണ്ടൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് നടക്കുമെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. കഴിവുള്ളവൻ സിനിമ നിർമ്മിക്കും, കഴിവുള്ളവർ എന്ത് ചെയ്യും, അത് വിൽപ്പന നടത്തും. അതെന്ത് ചെയ്യുന്നു, പ്രേക്ഷകർ വന്ന് സിനിമ കാണുന്നു, അവൻ ലാഭം ഉണ്ടാക്കുന്നു, ചിലപ്പോൾ അവൻ കോടികൾ സമ്പാദിക്കുന്നു. അത് നമ്മൾ നോക്കിയിരുന്നിട്ട് യാതൊരു വിധമായ എന്തില്ല, കാര്യവുമില്ല.